അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് 2 ദുആകളും പിന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ഇസ്ലാമിക് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ എത്ര പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമേ മക്കളായിട്ട് ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 7 മക്കളാണ് ഉള്ളത്. അതിൽ 4 പേര് പെൺമക്കളും 3 പേര് ആൺമക്കളുമാണ്. 7 മക്കളിൽ 6 പേര് ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉള്ളത്. അതിൽ ഒരാൾ മറിയ അൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയ്ക്കുമായിട്ടാണ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ആൺമക്കളുടെ പേര് ഖാസിം, അബ്ദുള്ള. പെൺമക്കളുടെ പേര് സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറിയ അൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള മകൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളെല്ലാം ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ദുആ ബുക്കിൽ ഞാൻ എഴുതുന്ന ദുആ പറഞ്ഞു തരാം. ഇന്ന് ഞാൻ എഴുതുന്ന ദുആ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ദുആയാണ്. اللهم إني أسألك لأولادي نفوسا مطمئنة تؤمن بلقائك وترضى بقضائك وأعوذ بك من شر كل دابة أنت آخذ بناصيتها اللهم بارك في أعمارهم وأرزاقهم وأصلح لهم دينهم ودنياهم واجعلهم من عبادك الصالحين اللهم احفظهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ومن فوقهم ونعوذ بعظمتك أن يعتالوا من تحتنا اللهم أذهب عنهم البأساء رب الناس واشفهم أنت الشافي لا شفاء إلا شفاءك شفاء لا يغادر സഖമൻ. ഇനി ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവേ, എൻ്റെ മക്കൾക്ക് നിൻ്റെ കൂടിക്കാഴ്ചയിൽ വിശ്വസിക്കുന്ന, നിൻ്റെ വിധിയിൽ സന്തോഷിക്കുന്ന സമാധാനമുള്ള ഹൃദയം നൽകണമേ. അവരിലുള്ള ഏത് ജീവിയുടെയും ദോഷത്തിൽ നിന്നും അവരെ രക്ഷിക്കണമേ. എല്ലാ സൃഷ്ടികളുടെയും നിയന്ത്രണം നിൻ്റെ കയ്യിലാണല്ലോ. അവരുടെ ആയുസ്സിലും ഉപജീവനത്തിലുമെല്ലാം ബറക്കത്ത് നൽകണമേ. അവരുടെ ദീനും ലോകജീവിതവും നേർമാർഗത്തിലാക്കണമേ. അവരെ നിൻ്റെ സ്വാലിഹന്മാരായ ദാസന്മാരിൽ ഉൾപ്പെടുത്തണമേ. അവരുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലത്തു നിന്നും ഇടത്തു നിന്നും മുകളിൽ നിന്നും എല്ലായിടത്തു നിന്നും സംരക്ഷിക്കണമേ. അവരുടെ കീഴിൽ നിന്ന് ഉണ്ടാകുന്ന ആക്രമണത്തിൽ നിന്ന് ഞങ്ങൾ നിൻ്റെ മഹത്വത്തിൽ അഭയം തേടുന്നു. അല്ലാഹുവേ, മനുഷ്യരുടെ രക്ഷിതാവേ, അവരുടെ രോഗം നീക്കിക്കളയണമേ. നീയാണ് ശിഫ നൽകുന്നത്. നിൻ്റെ ശിഫയൊഴികെ മറ്റൊന്നും ശിഫയില്ല. അവർക്ക് നീ രോഗമൊന്നും ശേഷിപ്പിക്കാതെ പൂർണ്ണമായി ആരോഗ്യം നൽകണമേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ ദുആയും അർത്ഥവും പോസ്റ്റാക്കി ഇടാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 2 ദുആകളും ഞാൻ പോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ദുആ ബുക്കിൽ ഈ ദുആ എഴുതിയപ്പോഴും ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടി സ്ഥലം ഇട്ടിട്ടുണ്ട്. ഇനി വൈകിട്ടേ ഫോട്ടോ ഒട്ടിക്കാനുള്ള അതൊക്കെ ശരിയാക്കത്തുള്ളൂ. ദുആയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എന്നത്തെയും പോലെ പത്രം എടുക്കാൻ പോവും. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഖുർആൻ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഹദീസിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. 6 സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ 6 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കണം. ഇപ്പോൾ നമ്മൾ സുബഹിക്ക് മുമ്പ് എണീറ്റ് അങ്ങനെ ആയാലും മതി. എന്നാലും ഏറ്റവും ബെറ്റർ നമ്മൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ എണീറ്റിട്ട് നിസ്കരിക്കുന്നതാണ്. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എണീറ്റ് നിസ്കരിച്ചാൽ നമുക്ക് വേറൊരു വോയിസും കേൾക്കണ്ട. നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന പോലെ ഫീലും വരും.
നമ്മൾ സുജൂദിൽ പോകുമ്പോൾ സുജൂദിൽ വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കണം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് 758 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രാത്രിയുടെ അവസാനത്തെ 3-ാം ഘട്ടത്തിൽ അള്ളാഹു ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അപ്പോൾ ആരെങ്കിലും അള്ളാഹുവിനോട് എന്തെങ്കിലും ആഗ്രഹമൊക്കെ ചോദിച്ചാൽ അള്ളാഹു അതെല്ലാം സാധിച്ചു കൊടുക്കുമെന്ന്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇസ്തിഖാരയാണ്. അതായത് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ഓഫ് ഇസ്തിഖാരയുടെ ദുആ ഓതണം. സ്വഹീഹ് അൽ ബുഖാരിയിലെ ഹദീസ് 1166 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇസ്തിഖാരയുടെ ദുആ ചൊല്ലണമെന്ന്. ഇസ്തിഖാരയുടെ ദുആ ഞാൻ പറഞ്ഞു തരാം. اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فاقدره لي ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه عني واصرفني عنه وقدر لي الخير حيث كان ثم أرضني به. ഈ ദുആയുടെ അർത്ഥവും പറഞ്ഞു തരാം. അള്ളാഹുവേ, നിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്നോട് നല്ലതിനെ ചോദിക്കുന്നു. നിൻ്റെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്നോട് ശക്തി അഭ്യർത്ഥിക്കുന്നു. നിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ നിന്നു ഞാൻ അപേക്ഷിക്കുന്നു. കാരണം നിനക്കാണ് കഴിവുള്ളത്, എനിക്ക് കഴിവില്ല. നീ അറിയുന്നവൻ, ഞാൻ അറിയാത്തവൻ. മറഞ്ഞിരിക്കുന്നതെല്ലാം അറിഞ്ഞിരിക്കുന്നവൻ നീയാണ്. അള്ളാഹുവേ, ഈ കാര്യം എൻ്റെ മതജീവിതത്തിലോ എൻ്റെ ഉപജീവനത്തിലോ എൻ്റെ കാര്യങ്ങളുടെയും ഇഹലോക പരലോക അന്ത്യം വരെയുള്ള ഫലങ്ങളിലോ എനിക്ക് നല്ലതാണെന്ന് നീ അറിയുന്നുവെങ്കിൽ അതിനെ എനിക്കായി നിർണയിച്ച് തരിക, എനിക്കായി എളുപ്പമാക്കി തരിക, അതിൽ എനിക്ക് അനുഗ്രഹം നൽകുക. എന്നാൽ ഈ കാര്യം എൻ്റെ മതജീവിതത്തിനോ ഉപജീവനത്തിനോ കാര്യങ്ങളുടെ അന്തിമ ഫലത്തിനോ ദോഷമാണെന്ന് നീ അറിയുന്നുവെങ്കിൽ അതിനെ എനിക്ക് നീ അകറ്റിവിടുക, എന്നെയും അതിൽ നിന്ന് അകറ്റിവിടുക. നല്ലത് എവിടെയായിരുന്നാലും അത് എനിക്കായി നിർണയിച്ചു തരിക, പിന്നെ അതിൽ എന്നെ സന്തോഷിവാനാക്കുക. ഇങ്ങനെയാണ് ഈ ദുആയുടെ അർത്ഥം. ഈ ദുആയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പോസ്റ്റാക്കി ഇടാം. ഈ ദുആ അല്ലാതെ സെർച്ചാക്കി നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും. ഇനി 3-ാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ദുആ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കണം. ഇത് യൂനുസ് നബി അലൈഹിസ്സലാം മീനിൻ്റെ വായിൽ അകപ്പെട്ടപ്പോൾ ഓതിയ ദുആയാണ്. ജാമിയ തിർമിദിയിലെ ഹദീസ് 3505 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി ഈ ദുആ ഓതിയിട്ട് ആഗ്രഹം ചോദിച്ചാൽ അള്ളാഹു തീർച്ചയായും അതിന് മറുപടി നൽകുന്നതാണെന്ന്. ഇനി ഞാൻ നിങ്ങൾക്ക് ആ ദുആ പറഞ്ഞു തരാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 4-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും അള്ളാഹുവിൻ്റെ അടുത്ത് ഈ ആഗ്രഹത്തെക്കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് പറ്റുന്ന എല്ലാ സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനോട് ചോദിക്കണം നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ച്. പിന്നെ 5-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ തെറ്റുകളിൽ നിന്നും പിന്തിരിയണം. നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ചെറുതാണ്, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നവരായിരിക്കും. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ ഒഴിവാവണം. കാരണം നമ്മളെ ഒരു തെറ്റുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കാം. 6-ാമത്തെ സ്റ്റെപ്പ്, നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കണം. എന്തായാലും നമ്മുടെ ആഗ്രഹം അള്ളാഹു സാധിച്ചു തരും എന്ന വിശ്വാസം നമുക്ക് വേണം, കുറച്ച് താമസിച്ചാലും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.